എല്ലാവർക്കും നമസ്കാരം. ഇയാൻസി എഡ്യൂമേറ്റിന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ അക്കൗണ്ടിംഗ് ക്ലാസ്സിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണെന്നും അതിനെ പ്രൂവ് ചെയ്യുന്ന ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ് നമുക്ക് വലിയൊരു പ്രോബ്ലം ചെയ്യാം, അക്കൗണ്ടിംഗ് ഇക്വേഷനെ പ്രൂവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഇന്ന് പോകുന്നത് പഠിപ്പിക്കുന്നതിലല്ല, അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിലോട്ട് നമ്മൾ പോവുകയാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇയാൻസി എഡ്യൂമേറ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാൻ ഞാൻ പറഞ്ഞു അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്തായിരുന്നു. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റ് എപ്പോഴും എന്തിന് തുല്യമായിരിക്കണം? ആ സ്ഥാപനത്തിന്റെ ക്യാപിറ്റലിനും ലയബിലിറ്റിക്കും തുല്യമായിരിക്കണം. ഓക്കെ, നമുക്ക് ആ ഇക്വേഷൻ ഒന്നുകൂടെ ഓർമ്മിച്ചേക്കാം. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇത് പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എപ്പോഴും എന്താണ്? അസറ്റ് സൈഡ് എപ്പോഴും ഏതിന് തുല്യമായിരിക്കണം? ലയബിലിറ്റീസും ക്യാപിറ്റലും കൂട്ടി നോക്കുമ്പോൾ തുല്യമായിരിക്കണം. നമുക്ക് നോക്കാം, കണക്കിലോട്ടേക്ക് പോവാം. നമുക്ക് ആദ്യമേ ട്രാൻസാക്ഷൻസ് ഓരോന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് വേണ്ട കോളംസ് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും ട്രാൻസാക്ഷൻ എഴുതാൻ കോളം വേണം. ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടി നമുക്ക് ഒരു കോളം വേണം. ദെൻ അതിനുശേഷം അസറ്റ്സ് എഴുതാൻ വേണ്ടി സ്ഥാപനം നമ്മൾ ഇനി ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അസറ്റ്സ് എഴുതും. അസറ്റ്സ് എപ്പോഴും എന്തിന് തുല്യമായിരിക്കണം? ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെ നമുക്ക് അസറ്റ്സ് എഴുതാൻ സ്ഥലം ഉണ്ടാവണം. ഇവിടെ ലയബിലിറ്റീസ്, ഇവിടെ ക്യാപിറ്റൽ. നമുക്ക് അടുത്ത് ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും നമുക്ക് അത് ഏതൊക്കെയാണ് അസറ്റ്സ് വേണ്ടത്, ഏതൊക്കെയാണ് അത് നമുക്ക് ഇവിടെ എഴുതണം. ഇപ്പൊ ക്യാഷ് വരുമ്പോൾ ഇവിടെ സ്റ്റോക്ക്, അങ്ങനെ ഡെറ്റേഴ്സ് വരണമെങ്കിൽ ഡെറ്റേഴ്സ്, ദെൻ ക്രെഡിറ്റേഴ്സ് ഇവിടെ വരും, ബിൽസ് റിസീവബിൾ, അങ്ങനെ എന്താണോ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലയബിലിറ്റീസ്, ദെൻ അസറ്റ്സ് ഉണ്ടെങ്കിൽ അസറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കാം. അത് ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ചാണ്. അപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹20,000. അനിലാകാം, ബിജു ആകാം, ആരാണെങ്കിലും ആവട്ടെ, അദ്ദേഹം ബിസിനസ് ആരംഭിച്ചു, 20,000 രൂപ കൊണ്ടുവന്നു. ഓക്കെ, ബിസിനസ്സിലേക്ക് അദ്ദേഹം ബിസിനസ് ആരംഭിക്കുക. ഓർമ്മിക്കുക, ബിസിനസ് ആരംഭിക്കുമ്പോൾ കൊണ്ടുവരുന്ന തുകയെ പറഞ്ഞ പേരാണ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ബിസിനസ്സിലേക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. അദ്ദേഹത്തിന് എത്ര രൂപ ക്യാപിറ്റൽ ആണോ ഉള്ളത്? 20,000 രൂപ. അപ്പൊ അവിടെ നമുക്ക് ക്യാഷും ക്യാപിറ്റലുമാണ് ഉണ്ടായത്. ട്രാൻസാക്ഷൻസിൽ എന്തൊക്കെ രണ്ട് അക്കൗണ്ട് ഉണ്ടായി? ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായി, ക്യാഷ് അക്കൗണ്ട് ഉണ്ടായി. ക്യാഷ് നമുക്ക് അസറ്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹20,000. 20,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. അപ്പൊ നമുക്ക് ഒരു അസറ്റ് വന്നു. ഏത് അസറ്റ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്നത്? ക്യാഷ് എന്ന അസറ്റ് നമുക്ക് കിട്ടി, 20,000 രൂപ. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായി? ക്യാപിറ്റൽ, അല്ലെ? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണർ വേറെ, ദെൻ ബിസിനസ് വേറെ. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കേണ്ടതാണ്. സോ അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്ര രൂപയാണ്? 20,000 രൂപ. ഓക്കെ, 20,000 രൂപ എഴുതി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇക്വേഷൻ. നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് വേറെ ഒന്നും തന്നെ ഉണ്ടായില്ല. ഓക്കെ, ഇത് ഈക്വൽ ആണ്. നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷനോട് പോകാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. പൈസ കൊടുത്തു സാധനം വാങ്ങിച്ചു. ഓക്കെ, ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. എത്ര രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു? 8,000 റുപ്പീസിന് സാധനം വാങ്ങിച്ചു. 8,000 റുപ്പീസിന് സാധനം വാങ്ങിച്ചപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നു? സ്റ്റോക്ക് വന്നു. ഓക്കെ, ഗുഡ്സ് വന്നു. പകരം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. അപ്പൊ നമ്മുടെ ക്യാഷ് എത്ര രൂപ പോയി? 8,000 റുപ്പീസ് കൊടുത്താണ് നമ്മൾ സാധനം വാങ്ങിയത്. സോ 8,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. പകരം വേറൊരു അസറ്റ് വന്നു. ഏതാണ് വന്നത്? സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന അസറ്റ് വന്നു. എത്ര രൂപയുടെ സാധനം വന്നത്? നമുക്ക് 8,000 രൂപയുടെ 8,000 റുപ്പീസിന്റെ സാധനം വന്നു. ഈക്വൽ ടു ഇവിടെ ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. ദെൻ ക്യാപിറ്റൽ എന്തെങ്കിലും വന്നോ പോവോ എന്താ ചെയ്തോ? ഇല്ല, ഒന്നും തന്നെ ഇല്ല. നമുക്കിനി ഇക്വേഷൻ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. 20,000 മൈനസ് 8,000. ഇപ്പൊ ക്യാഷ് നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ്? 20,000 ഉണ്ടായിരുന്നു. 8,000 ഇപ്പൊ നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചു. ഇപ്പൊ നമ്മുടെ കൈവശം 12,000 പ്ലസ് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? സ്റ്റോക്ക് അസറ്റ് ആണ് 8,000 ഈക്വൽ ടു ലയബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ക്യാപിറ്റൽ ഇപ്പോഴും അത് തന്നെയാണ് 20,000. നമുക്ക് ഇക്വേഷൻ ശരിയാണെന്ന് നോക്കാം.
12,000 plus 8,000 20,000 equal to liabilities plus capital 20,000. അപ്പൊ രണ്ടും തുല്യമാണ്. ന്യൂ ഇക്വേഷൻ ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ പോവാം. ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ പ്രത്യേകം കാണിക്കണം. അസറ്റിന്റെ അതിൽ ഫർണിച്ചർ പ്രത്യേകം കാണിക്കേണ്ടതാണ്. ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചർ സ്റ്റോക്കിലല്ല വരുന്നത്, അത് ഫിക്സഡ് അസറ്റ്സ് ആണ്. നമ്മൾ സെപ്പറേറ്റ് കാണിക്കുക. എത്ര രൂപയുടെ ഫർണിച്ചറാണ് വാങ്ങിയത്? 3,000 റുപ്പീസിന്റെ ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പൊ നമ്മള് പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചു. നമ്മുടെ കൈവശം നിന്ന് 3,000 രൂപ വീണ്ടും പോകുന്നു. ഫർണിച്ചർ വാങ്ങിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോവുകയാണ്? 3,000 പോയി. ദെൻ സ്റ്റോക്ക് എന്തെങ്കിലും വാങ്ങിച്ചോ? ഇല്ല. പകരം പുതിയൊരു അസറ്റ് വന്നു. ഏതാ അസറ്റ് വന്നത്? ഫർണിച്ചർ. നമ്മൾ അതിവിടെ മുകളിൽ എഴുതുന്നു. ഫർണിച്ചർ എത്ര രൂപയുടെ വാങ്ങിയത്? 3,000 ഈക്വൽ ടു, ശരിയാണ് നോക്കിയോളൂ. ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. ദെൻ ക്യാപിറ്റൽ ഇല്ല, ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ക്യാപിറ്റൽ നമുക്ക് ഇക്വേഷൻ ശരിയാണോ നമുക്ക് നോക്കാം പ്രാവശ്യം കൂടെ. നമ്മുടെ കൈവശം 12,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 3,000 കൊടുത്തു. ബാക്കി ഇനി എത്രയുള്ളത്? 9,000. 12,000 മൈനസ് 3,000 9,000. ദെൻ നമ്മുടെ സ്റ്റോക്ക് 8,000 അതേപോലെ ഉണ്ട്. പകരം ഇപ്പോൾ പുതിയത് എന്ത് വന്നു? ഫർണിച്ചർ 3,000 വന്നു. ഈക്വൽ ടു ലയബിലിറ്റീസ് 0. ദെൻ ക്യാപിറ്റൽ 20,000. ശരിയാണോ നമുക്ക് നോക്കാം. 9,000 plus 8,000 17,000. 17,000 plus 3,000 20,000 അല്ലെ? അപ്പൊ നമുക്ക് അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 20,000 കിട്ടി. ഇതിന് തുല്യമല്ലേ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ 20,000. അപ്പൊ ഇക്വേഷൻ ഓക്കെ ആണ്. ന്യൂ ഇക്വേഷൻ നമുക്ക് ഓക്കെ ആണ്. ദെൻ നമ്മൾ നാലാമത്തെ ട്രാൻസാക്ഷൻ എഴുതാൻ പോവുകയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഓർമ്മിക്കുക, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടമായിട്ട് സാധനം വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സാധനം കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര രൂപയ്ക്കാണ്? റുപ്പീസ് 7,000. 7,000 രൂപയ്ക്ക് സാധനം കടമായിട്ട് വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയോ? ഇല്ല, നമ്മൾ പൈസ കൊടുത്തല്ല സാധനം വാങ്ങിയത്. കടമായിട്ട് വാങ്ങിയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടില്ല. പകരം എന്ത് വന്നു? നമുക്ക് സ്റ്റോക്ക് വന്നു. എത്ര രൂപയുടെ സാധനം വന്നു? നമുക്കിപ്പോ 7,000 റുപ്പീസിന്റെ സാധനം വന്നു, സ്റ്റോക്ക് വന്നു. ഫർണിച്ചർ എന്തെങ്കിലും വാങ്ങിച്ചോ? ഇല്ല. ഓക്കെ, ദെൻ ഈക്വൽ ടു, പകരം ഇവിടെ എന്ത് വന്നു? 7,000 റുപ്പീസ് നമ്മൾ കടമായിട്ടാണ് വാങ്ങിയത്. അപ്പൊ നമ്മള് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. എത്ര? നമുക്കൊരു പുതിയൊരു ലയബിലിറ്റി വന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ്. അപ്പൊ ക്രെഡിറ്റേഴ്സിന് എത്ര രൂപ കൊടുക്കണം? 7,000. ഓക്കെ, ദെൻ ക്യാപിറ്റൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ക്യാപിറ്റൽ 0 ആണ്. വരികയോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, അത് അതേപോലെ ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇക്വേഷൻ ശരിയാണോ എന്ന്. ക്യാഷ് 9,000 ഇപ്പോഴും ഉണ്ട്. പ്ലസ് നമ്മുടെ സ്റ്റോക്ക് ഇപ്പോ 15,000. 8,000 പ്ലസ് 7,000 15,000. ദെൻ ഫർണിച്ചറിന് മാറ്റമൊന്നുമില്ല. ഫർണിച്ചർ 3,000 അതേപോലെ ഉണ്ട്. അപ്പൊ അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോ 9,000 15,000 24,000. 24,000 പ്ലസ് 3,000 24,000 പ്ലസ് 3,000 27,000. ഇവിടെ നമുക്ക് ലയബിലിറ്റീസ് ക്രെഡിറ്ററിന് 7,000 രൂപ കൊടുക്കാനുണ്ട്. ക്യാപിറ്റൽ 20,000 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 27. അപ്പൊ ഈക്വൽ ആയില്ലേ? ഇവിടെയും 27,000, ഇവിടെയും 27,000. അപ്പൊ ഇക്വേഷൻ ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ അപ്പൊ ന്യൂ ഇക്വേഷൻ ശരിയാണ്. നമുക്ക് അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. അഞ്ചാമത്തത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. പൈസ കൊടുത്തു. ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു. എത്ര രൂപയാണ് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തത്? 4,000. നമ്മൾ കടമായിട്ട് ക്രെഡിറ്റേഴ്സിന് എത്ര രൂപ കൊടുക്കാനുണ്ട്? 7,000. ക്രെഡിറ്റേഴ്സിന് 7,000 രൂപ കൊടുക്കാനുണ്ട്. അത് നമ്മളിപ്പോ 4,000 രൂപ 4,000 കൊടുക്കുകയാണ്. സോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. 4,000 രൂപ ക്യാഷ് പോകുന്നുണ്ട്. ദെൻ സ്റ്റോക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. ഫർണിച്ചർ വ്യത്യാസമൊന്നും വരുന്നില്ല. ഈക്വൽ ടു എവിടെ പോകുന്നു? ക്രെഡിറ്റർക്ക് 7,000 കൊടുക്കാനുണ്ട്. ഇതിന് ഇപ്പൊ എത്ര കൊടുക്കുന്നു? നമ്മള് 4,000 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇത് ഇക്വേഷൻ ശരിയാണോ നമുക്ക് നോക്കാം. 9,000 ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ക്യാഷ് കൊടുത്തപ്പോ 4,000 പോയി, ബാക്കി 5,000. ദെൻ പ്ലസ് നമുക്ക് എന്താണ്? സ്റ്റോക്ക് വ്യത്യാസമൊന്നും വന്നില്ല, അതേ 15,000 അതേപോലെ ഉണ്ട്. പ്ലസ് ഫർണിച്ചറിന് വ്യത്യാസമൊന്നും വന്നില്ല. ഫർണിച്ചർ പഴയതുപോലെ 3,000 എപ്പോഴും ഉള്ളു. പക്ഷെ ക്രെഡിറ്റേഴ്സ് 7,000 ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 4,000 കൊടുത്തപ്പോൾ ബാക്കിന് എത്ര കൊടുത്താൽ മതി? 3,000 കൊടുത്താൽ മതി. ക്യാപിറ്റലിന് വ്യത്യാസമൊന്നും വന്നില്ല, 20,000.
ഓക്കെ, അപ്പൊ നമുക്കിനി ശരിയാണോ നോക്കാം. 5,000 പ്ലസ് 15,000 പ്ലസ് 23,000. ഇവിടെയും 3,000 പ്ലസ് 20,000 23,000. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ആറാമത്തെ ട്രാൻസാക്ഷനോട്ട് പോകാം. ആറാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് സാലറി കൊടുത്തു. ഓക്കെ, അപ്പൊ സാലറി കൊടുക്കുമ്പോഴേക്ക് നമുക്ക് നോക്കിക്കോളൂ, ക്യാഷും കുറയും, ഏതെന്നും കുറയണം, ക്യാപിറ്റൽ എന്നും കുറയണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റെന്റ് കൊടുത്തു, ക്യാഷും കുറയുന്നു, ക്യാപിറ്റലും നമ്മൾ കുറയുന്നു. സോ നമുക്ക് നോക്കാം, നമുക്ക് പെയ്ഡ് സാലറി റുപ്പീസ് 500. 500 രൂപ സാലറി കൊടുത്തു. ഇവിടെ ന്യൂ ഇക്വേഷൻ എഴുതണേ, ന്യൂ ഇക്വേഷൻ 5,000. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പെയ്ഡ് സാലറി 500 കൊടുത്തപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോവുകയാണ്, ക്യാഷ് 500 പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓണറിന് 20,000 കൊടുത്തുകൊണ്ട് അയാൾക്ക് 500 രൂപ സാലറി കൊടുത്തിട്ട് കണക്കാക്കുന്നു. സോ 500 അവിടെ കുറയ്ക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് നോക്കാം, ബാലൻസ് ശരിയാണോ നമുക്ക് നോക്കാം. 5,000 മൈനസ് 500 4,500 പ്ലസ് ഇവിടെ വ്യത്യാസമൊന്നും വന്നില്ല, സ്റ്റോക്ക് 15,000 തന്നെ ഉണ്ട് അതേപോലെ. ദെൻ ഫർണിച്ചറിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, 3,000 അതേപോലെ എഴുതുക. ഈസ് ഈക്വൽ ടു ദെൻ ക്രെഡിറ്റർക്ക് വേറെ പൈസ ഒന്നും കൊടുത്തില്ല, 0. ഇപ്പൊ 3,000 തന്നെയാണ് ഇപ്പൊ ഉള്ളത്. ദെൻ പ്ലസ് 20,000 ഇപ്പൊ 500 കൊടുത്തു, ബാലൻസ് എത്രയുണ്ട്, 19,500. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4,500 then 15,000 19,500 then 22,500. ഇവിടെ നമുക്ക് ശരിയാണ് നോക്കാം. 19,500 പ്ലസ് 3,000 22,500. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് വീണ്ടും ട്രാൻസാക്ഷൻ എഴുതാൻ പോവുകയാണ്. അപ്പൊ എനിക്കിവിടെ സ്ഥലത്ത് ഞാൻ മുകളിലോട്ട് കൊണ്ടുപോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ബാലൻസ് കിടക്കുന്നത് ന്യൂ ഇക്വേഷൻ എങ്ങനെയാണ്, 4,500 പ്ലസ് 15,000 പ്ലസ് 3,000 ഈക്വൽ ടു 3,000 പ്ലസ് 19,500. ഇപ്പൊ രണ്ടും കൂടെ നോക്കിയപ്പോ രണ്ട് വശത്തും 22,500. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് പോവുകയാണ്, മാറ്റാണ്. താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാറ്റുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ലാസ്റ്റ് ഇക്വേഷൻ എത്ര. ഞാനിപ്പോ വന്നിരിക്കുന്നത് ന്യൂ ഇക്വേഷൻ എത്രയാണ്, ക്യാഷ് 4,500, ദെൻ സ്റ്റോക്ക് 15,000, ഫർണിച്ചർ 3,000. ഞാൻ ഈ താഴെയുള്ളതാണ് മുകളിലോട്ട് എഴുതി കാണിക്കുന്നത്, ജസ്റ്റ് ഒന്ന് എനിക്ക് ബാക്കിയുള്ളത് കണക്ക് ചെയ്യാൻ വേണ്ടി. ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് എത്ര, 3,000 ഇനി കൊടുക്കാനുണ്ട് ക്രെഡിറ്റർക്ക്, പ്ലസ് ക്യാപിറ്റൽ എത്ര, 19,500. ഇതാണ് നമ്മുടെ ന്യൂ ഇക്വേഷൻ. നമുക്ക് അടുത്ത ട്രാൻസാക്ഷനോട്ട് പോവാം. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്, റിസീവ്ഡ് കമ്മീഷൻ കിട്ടി. ഓക്കെ, നമുക്ക് 300 രൂപ കമ്മീഷൻ കിട്ടി. അടുത്ത ട്രാൻസാക്ഷൻ നമ്പർ 7, റിസീവ്ഡ് കമ്മീഷൻ കിട്ടി. ഇപ്പൊ ക്യാഷ് നമുക്ക് കിട്ടി. ഓക്കെ, ക്യാപിറ്റൽ കൂടുന്നു, ക്യാഷും കൂടുന്നു. ഓക്കെ, അയാൾക്ക് എത്ര രൂപ കിട്ടി കമ്മീഷൻ, റുപ്പീസ് 300 റുപ്പീസ് കമ്മീഷൻ കിട്ടിയപ്പോഴേക്കും ക്യാഷ് ആയിട്ടാണ് കിട്ടിയത് നമുക്ക്. സോ ക്യാഷ് കൂടുന്നു, 300 രൂപ കൂടി. ദെൻ സ്റ്റോക്കിന് മാറ്റമില്ല, ഫർണിച്ചറിന് മാറ്റമില്ല, ക്രെഡിറ്റർക്ക് മാറ്റമില്ല. പക്ഷെ എന്ത് മാറ്റമുണ്ട്, ക്യാപിറ്റൽ എത്ര രൂപ അയാൾക്ക് കൊടുക്കും, നമ്മൾ 300 രൂപ അദ്ദേഹത്തിന് കിട്ടി, 300 റുപ്പീസ് കിട്ടി, ക്യാപിറ്റൽ വന്നു. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം, ന്യൂ ഇക്വേഷൻ എങ്ങനെ നോക്കാം. 4,000 ക്യാഷ് ഇപ്പോ 4,800 പ്ലസ് സ്റ്റോക്ക് പഴയത് തന്നെയാണ് 15,000, മാറ്റമൊന്നും വന്നിട്ടില്ല. ഫർണിച്ചറും മാറ്റമൊന്നും വന്നില്ല, 3,000 ഈസ് ഈക്വൽ ടു ക്രെഡിറ്റർക്കും മാറ്റമില്ല, അദ്ദേഹത്തിന് 3,000 നമ്മൾ കൊടുക്കാനുണ്ട്. പക്ഷെ ക്യാപിറ്റൽ അദ്ദേഹത്തിന് 19,500 ആയിരുന്നു, ഇനി എത്രയാണ്, 300 കമ്മീഷൻ കിട്ടി. ടോട്ടൽ എത്ര വരുന്നു, 19,800. അപ്പൊ ന്യൂ ഇക്വേഷൻ ഓക്കെ ആണ്. അവിടെയും നമുക്ക് ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അസറ്റ് സൈഡും ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 4,800 19,800 19,800 എന്താണ് 22,800. ഇവിടെ നമുക്ക് 19,800 ആൻഡ് 3,000 ഈസ് ഈക്വൽ ടു 22,800 നിങ്ങൾക്ക് കിട്ടും, 22,800. പിന്നെ സോൾഡ് ഗുഡ്സ് ഓഫ് റുപ്പീസ്
5000 5000 രൂപയുടെ സാധനം വിറ്റു. ഓൺ ക്രെഡിറ്റ്, കടമായിട്ടാണ് വിറ്റത്. ശ്രദ്ധിച്ചിരിക്കുക. 5000 രൂപയുടെ സാധനം കടമായിട്ട് വിറ്റു. എത്ര രൂപയ്ക്കാണ് അത് വിറ്റത്? 5000 രൂപയുടെ സാധനം എത്ര രൂപയ്ക്കാണ് വിറ്റത്? 4 rupees 7000 7000 രൂപയ്ക്ക്. ഈ ട്രാൻസാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് സാധനത്തിന്റെ വില എത്രയായിരുന്നു? 5000 രൂപയുടെ സാധനമായിരുന്നു. അത് കടമായിട്ട് വിറ്റു. ആർക്കോ വിറ്റു. 5000 രൂപയ്ക്ക് സാധനം എക്കോ ബിക്കോ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവാം. പക്ഷെ 5000 രൂപയുടെ സാധനം വിറ്റത് എത്ര രൂപയ്ക്കാണ്? 7000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? നമുക്ക് സ്റ്റോക്ക് 5000 രൂപ കുറഞ്ഞു. ദെൻ കടമായിട്ട് നമ്മൾ 7000 രൂപയ്ക്ക് ഒരാൾക്ക് വിറ്റെങ്കിൽ അയാൾ നമുക്ക് പൈസ തരാനുണ്ട്. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തികൾ ആരാണ്? ഡെറ്റേഴ്സ്. നമ്മുടെ അസറ്റാണ് ഡെറ്റേഴ്സ്. നമുക്ക് പൈസ തരാനുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കേ. 5000 രൂപയുടെ സാധനമാണ് വിറ്റത് 7000 രൂപയ്ക്ക്. അപ്പൊ അവിടെ ലാഭമാണോ നഷ്ടമാണോ? 5000 രൂപയുടെ സാധനം 7000 രൂപയ്ക്ക് വിറ്റപ്പോ എത്ര രൂപയുടെ ലാഭം കിട്ടി? അവിടെ 2000 രൂപയുടെ ലാഭം നമുക്ക് ഉണ്ടായി. അപ്പൊ അവിടെ ആർക്കത് കൊടുക്കണം? ഓണറുടെ ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് 3 അക്കൗണ്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ സ്റ്റോക്ക് നമുക്ക് കുറയുന്നുണ്ട്, നമുക്ക് എന്താണ് ഡെറ്റേഴ്സ് എന്ന അസറ്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ കൂടുന്നുണ്ട്. ക്യാപിറ്റൽ എത്ര ലാഭം കിട്ടി? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ട്രാൻസാക്ഷൻ മനസ്സിലാക്കുക. സോൾഡ് ഗുഡ്സ് ഓഫ് rupees 5000 5000 റുപ്പീസിന്റെ സാധനം വിറ്റു. ഓൺ ക്രെഡിറ്റ്, കടമായിട്ടാണ് വിറ്റത്. എത്ര രൂപയ്ക്കാണ് അത് വിറ്റത്? 5000ത്തിന്റെ സാധനം 7000 രൂപയ്ക്ക് വിറ്റു. ഇപ്പൊ നമുക്ക് ആദ്യം സ്റ്റോക്ക് കുറയ്ക്കാം. നമുക്ക് ക്യാഷ് എന്തെങ്കിലും വന്നോ? അല്ല, കാരണം കടമായിട്ടാണ് വിറ്റത്. സോ ക്യാഷ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ സ്റ്റോക്ക് കുറഞ്ഞു. എത്ര രൂപയുടെ സാധനം കുറഞ്ഞു? 5000 രൂപയുടെ സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഫർണിച്ചറിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഫർണിച്ചർ 0 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഏതൊരു അസറ്റ് വന്നു? ഡെറ്റേഴ്സ് എന്ന അസറ്റ് വന്നു. ഇവിടെ നമ്മൾ എഴുതണം കേട്ടോ നിങ്ങൾ. ഡെറ്റേഴ്സ് എന്ന അസറ്റ് വന്നു. എത്ര രൂപയുടെ ഡെറ്റേഴ്സ് വന്നത്? നമുക്ക് 7000 7000 രൂപ ആർക്കോ നമ്മൾ കടമായിട്ട് കൊടുത്തു. അദ്ദേഹം നമുക്ക് പൈസ തരാനുണ്ട്. ഇപ്പൊ നമുക്ക് ഡെറ്റേഴ്സ് എന്ന അസറ്റ് നമുക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് 7000 രൂപ. ഈക്വൽ ടു നമുക്ക് നമ്മുടെ ബാധ്യത എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, ക്രെഡിറ്റർക്ക് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ക്യാപിറ്റൽ ഇവിടെ എന്ത് കൂടി? 2000 റുപ്പീസ് പ്രോഫിറ്റ്. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയിടുക. ഈ 2000 എന്ന് പറയുന്നത് ലാഭം. 5000ത്തിന്റെ സാധനം നമ്മൾ 7000ത്തിന് വിറ്റപ്പോൾ 2000 രൂപ ആർക്കാണ്? ഓണർക്ക് ലാഭം കിട്ടിയതായിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സോ സ്റ്റോക്ക് 5000 കുറഞ്ഞു. ഡെറ്റർ എന്ന പുതിയൊരു അസറ്റ് വന്നു. 2000 രൂപ ഓണറുടെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തു. ഇക്വേഷൻ നമുക്ക് ശരിയാണെന്ന് നമുക്ക് നോക്കാം. ക്യാഷ് വ്യത്യാസം വന്നിട്ടില്ല. 4800. ദെൻ നമുക്ക് സ്റ്റോക്ക് കുറഞ്ഞു. 5000 രൂപയുടെ സാധനം വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ വന്നു? 15000 നിന്ന് 5000 ബാലൻസ്. ഇപ്പോൾ 10000 രൂപയുടെ സാധനം നമുക്ക് 10,000 റുപ്പീസിന്റെ സ്റ്റോക്ക് ആണ് ഇപ്പോൾ ഉള്ളത്. ഫർണിച്ചറിന് മാറ്റമില്ല. ഫർണിച്ചർ 3000 ഉണ്ട്. പുതിയൊരു അസറ്റ് ഡെറ്റേഴ്സ് എന്ന അസറ്റ് വന്നു 7000 ഈക്വൽ ടു ക്രെഡിറ്റർ ഇപ്പോഴും 3000 തന്നെയാണ്. 3000 പ്ലസ് ദെൻ ഇവിടെ ക്യാപിറ്റൽ വ്യത്യാസം വന്നു. 19,800 ആയിരുന്നു. ഇപ്പൊ 2000 ആഡ് ചെയ്തപ്പോൾ 21,800. ഓക്കെ, മനസ്സിലായിരുന്നു. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇക്വേഷൻ. അത് നമുക്ക് പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. ശരിയാണ്, ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ് നമുക്ക് തെളിയിക്കുകയാണ്. 4800 പ്ലസ് 10,000 14,800 17,800 24,800. അപ്പൊ നമ്മള് അസറ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 24,800 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പുറത്ത് നോക്കാം. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ശരിയാണ്. 3,000 പ്ലസ് 21,800 കൂട്ടുമ്പോൾ നമുക്ക് 24,800. അപ്പൊ രണ്ട് വശത്തും തുല്യമായി വരുന്നു. ഈ ഇക്വേഷൻ ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് ഓരോ സമയം കഴിയുമ്പോൾ നിങ്ങൾ കൂട്ടി കൂട്ടി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ലാസ്റ്റ് ട്രാൻസാക്ഷനോട് പോവാം. ലാസ്റ്റ് ട്രാൻസാക്ഷൻ വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്. ഓണർ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? പൈസ പിൻവലിച്ചു. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്. ഓക്കെ, എത്ര രൂപയാണ്? 9th ട്രാൻസാക്ഷൻ ആണ്. ₹400 വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്. പേഴ്സണൽ പർപ്പസിന് വേണ്ടി അദ്ദേഹം വിഡ്രോ ചെയ്ത് എത്ര രൂപ? ₹400. 400 രൂപ വിഡ്രോ ചെയ്തു. 400 എവിടേക്കാണ് വ്യത്യാസം വരിക? ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് 4,800 രൂപയുടെ ഇപ്പൊ 400 രൂപ അദ്ദേഹം വിഡ്രോ ചെയ്തപ്പോ നമ്മുടെ ക്യാഷ് കുറയുന്നു. 400 രൂപ കുറയുന്നുണ്ട്. ദെൻ അടുത്ത എന്ത് കുറയും? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ കുറയും. ഓക്കെ, ക്യാപിറ്റൽ ഓണറിന്റെ അല്ലേ? ഓണർ എന്ത് ചെയ്തു? 400 രൂപ വിഡ്രോ ചെയ്തു. അദ്ദേഹത്തിന് 21,800 കൊടുക്കാനുണ്ടായിരുന്നു. ഇനി 400 രൂപ അദ്ദേഹം വിഡ്രോ ചെയ്തതിനാൽ ബാക്കി എത്ര കൊടുത്താൽ മതി? ആ വിഡ്രോ ഡ്രോയിങ്സ് കൊടുത്തതിന് ശേഷം, ഡ്രോയിങ്സ് ആയിരുന്നു
അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്ഥാപനത്തിന് പിൻവലിച്ച തുകയെ പറഞ്ഞ പേര് ഡ്രോയിങ്സ്. സോ അത് നമ്മൾ ഏതെന്ന് കുറയ്ക്കണം, ക്യാപിറ്റൽ എന്ന് കുറയ്ക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആണ് പോയത്, അതിന്റെ 400 രൂപ ക്യാഷ് കുറഞ്ഞു. സ്റ്റോക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ല. ഫർണിച്ചറിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ഡെറ്റേഴ്സിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ക്രെഡിറ്റേഴ്സിന് വ്യത്യാസമൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് അടുത്ത് നോക്കാം, ഇക്വേഷൻ ശരിയാണോ നമുക്ക് നോക്കാം. 4800 ഉണ്ടായിരുന്നു, ഇനി 4400 രൂപയാണ് ബാലൻസ് നമുക്കുള്ളത്. ദെൻ സ്റ്റോക്ക് ഇപ്പോഴും നമുക്ക് 10,000 ഉണ്ട്. ഫർണിച്ചർ ഇപ്പോഴും 3000ന്റെ അസറ്റ് ഉണ്ട്. ദെൻ ഡെറ്റേഴ്സ് നമുക്ക് 7000 തരാനുണ്ട്. ഈക്വൽ ടു ദെൻ ലയബിലിറ്റീസ് 3000 ക്രെഡിറ്റർ നമുക്ക് കൊടുക്കാൻ ക്രെഡിറ്റർക്ക് പ്ലസ് 21,400. ഓക്കെ, 400 കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിച്ചു, ഡ്രോയിങ്സ് പിൻവലിച്ചു. നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ ശരിയാണോ നമുക്ക് നോക്കാം. 4,400 പ്ലസ് 10,000 14,400 17,400 24,400. അപ്പൊ നമുക്ക് ഈ അസറ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24,400. ദെൻ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ കൂട്ടി നോക്കാം. ഇവിടെയും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 24,400. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു, ഇതൊരു ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ആണ്. കാരണം ബാലൻസ് ഷീറ്റിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കുക അസറ്റ് ബാലൻസ് ഷീറ്റ് ഒക്കെ. അപ്പം ബാലൻസ് ഷീറ്റ് നമുക്ക് വരുന്ന 3 ഐറ്റം ആണ്. ആ സ്ഥാപനത്തിന്റെ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഇത് 3 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിലാണ്? ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്ത് പറയുന്നു? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് നമുക്ക് നോക്കാം. അസറ്റ്സ് ഒരു വശത്ത് എഴുതി കാണിക്കണം, ദെൻ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ വേറൊരു വശത്ത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ഷീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത്. എത്രയാണ്? സ്റ്റോക്ക് ക്യാഷ് 4,400, സ്റ്റോക്ക് 10,000 ഉണ്ട്. ഫർണിച്ചർ നമ്മുടെ കൈവശം ഇപ്പോ 3,000, ഡെറ്റേഴ്സ് 7,000, ദെൻ ക്രെഡിറ്റർ 4,000, ലയബിലിറ്റീസ് 3,000, ദെൻ ക്യാപിറ്റൽ 21,400. ഇത് നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിലോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു പ്രാവശ്യം കൂടെ. ഇത്രയുള്ള പ്രോബ്ലം നമുക്ക് ഇങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതേ കാര്യം ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്ത കാര്യം നമ്മളൊന്ന് ബാലൻസ് ഷീറ്റിലോട്ട് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാണ് എങ്ങനെ നമുക്ക് നോക്കാം. തൽക്കാലം ഇതൊക്കെ എനിക്കിപ്പോ ആവശ്യമാണ് എഴുതാൻ വേണ്ടി. നോക്കിക്കോളൂ, ബാലൻസ് ഷീറ്റ്. ഞാൻ ബാലൻസ് ഷീറ്റ് എഴുതുകയാണ്. ബാലൻസ് ഷീറ്റിലോട്ട് നമുക്ക് ഓർമ്മിക്കുക, അതിന്റെ ഡെബിറ്റ് സൈഡ് ഇടതുവശത്താണ്, ലെഫ്റ്റ് സൈഡ് ആണ്. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ്. ഇവിടെ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലെഫ്റ്റ് സൈഡ് നമ്മൾ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എഴുതും. ഇവിടെ എമൗണ്ട് എഴുതും. ഇവിടെ നമ്മൾ അസറ്റ്സ് എഴുതും. ഓക്കെ, അങ്ങനെയാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. എമൗണ്ട് അത് നമുക്ക് ലയബിലിറ്റീസ് എന്തായിരുന്നു? ക്രെഡിറ്റേഴ്സ്. നമുക്ക് ലയബിലിറ്റി ഉണ്ടായിരുന്നു ക്രെഡിറ്റേഴ്സ് എത്രയായിരുന്നു? 3,000. ദെൻ ക്യാപിറ്റൽ ബാലൻസ് നമുക്കിപ്പോ എത്ര ഉണ്ടായിരുന്നു? ക്യാപിറ്റൽ ബാലൻസ് 21,400. ക്യാപിറ്റൽ 21,400. അസറ്റ് സൈഡ് നമുക്ക് നോക്കാം. അസറ്റ് സൈഡ് ക്യാഷ് 4,400. ദെൻ നമുക്ക് ഏതാണ്? സ്റ്റോക്ക് 10,000. അടുത്ത് ഫർണിച്ചർ 3,000. ദെൻ അടുത്ത് ലാസ്റ്റ് വരുന്നത് ഡെറ്റർ നമ്മുടെ അസറ്റ്. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് പൈസ തരാനുള്ള വ്യക്തികളാണ് ഡെറ്റേഴ്സ് 7,000. ഓക്കെ, ഇത് ഇത്രയുമാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ. ബാക്കിയൊന്നുമില്ലല്ലോ, എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആഡ് 2 വശവും തുല്യമാണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ശരിയാണെന്ന് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് ഇവിടെ നമുക്ക് 21,400 പ്ലസ് 3,000 24,400. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2 വശവും എന്താണ്? 7,000 3,000 10,000 പ്ലസ് 10,000 20,000, ദെൻ 4,400. എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 24,400.
ഫോർമാറ്റ്. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റ്. ഇതിന്റെ ഫോർമാറ്റ് ഇതാണ്. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ മാറ്റിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അസറ്റ് സൈഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ ഇതിനെ മാറ്റാം. അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്ത പ്രോബ്ലംസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഇത് ഉള്ളതാണ് ഈ ബാലൻസ് ഷീറ്റിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആയ അസറ്റ്സ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ ഏത് പേരിൽ പറഞ്ഞത് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയുന്നത്. പ്രോബ്ലം ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ വീഡിയോ കണ്ടാൽ മതി. റിപ്പീറ്റ് ആയ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. എങ്കിൽ മാത്രം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ റെക്കോർഡിങ്ങും ജേർണലും ലെഡ്ജറൊക്കെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.